ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന തിരുമല, ഏഴു മലകൾക്ക് മുകളിൽ വാഴുന്ന ഭഗവാൻ ശ്രീനിവാസൻ. അവിടുത്തെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ അതീവ സുന്ദരമായ ചടങ്ങുകളോടെയാണ്. ഭഗവാന്റെ സന്നിധിയിൽ, അതായത് ഒരു ദിവസം 24 മണിക്കൂറും അവിടെ ഭക്തിസാന്ദ്രമാണ്. ആ പുണ്യദിനത്തിൽ പ്രധാന പൂജകളിലൂടെ നമുക്ക് മനസ്സുകൊണ്ട് ഒന്ന് സഞ്ചരിക്കാം. എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാകുമല്ലോ, അല്ലേ? ബംഗാരുവാകിലി, അതായത് സ്വർണവാതിൽ തുറന്ന് വൈഖാനസ ആഗമ വിധിപ്രകാരം അർച്ചകർ സന്നിധിയിലേക്ക് പ്രവേശിക്കും. എസ് സുബലക്ഷ്മി പാടിയ സുപ്രസിദ്ധമായ കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ എന്ന കീർത്തനം മുഴങ്ങുമ്പോൾ ഭഗവാനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തുകയായി. ഈ സമയം ഭഗവാന്റെ ദർശനം വിശ്വരൂപ ദർശനം എന്നാണ് അറിയപ്പെടുന്നത്. തലേ ദിവസം ചാർത്തിയ മാലകളും അലങ്കാരങ്ങളുമായാണ് ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നത്. തലേ ദിവസത്തെ നിർമാല്യങ്ങൾ മാറ്റുന്നു. ഈ നിർമാല്യങ്ങൾ ഭക്തർക്ക് നൽകുകയില്ല, മറിച്ച് അത് ക്ഷേത്രത്തിലെ കിണറ്റിൽ, അതായത് ഭൂതത്താൻ കിണറിലാണ് നിക്ഷേപിക്കുക. ഇതൊരു പതിവ് തന്നെയാണ്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട സേവകളിലൊന്ന് തോമാല അഥവാ പൂമാലയാണ്. അതായത് സ്വാമിമാരും ഏകാംഗിമാരും ചേർന്ന് കൊണ്ടുവരുന്ന വലിയ പൂമാലകൾ കൊണ്ട് ഭഗവാനെ പൂർണ്ണമായും അലങ്കരിക്കുകയാണ്. തുളസിമാലകൾക്കായിരിക്കും ഇതിൽ വലിയ പ്രാധാന്യം. 6 അടിയോളം ഉയരമുള്ള ഭഗവാന്റെ തിരുരൂപം നിറയെ പൂക്കളാൽ മൂടപ്പെടുത്ത കാഴ്ച അത് വർണ്ണിക്കാൻ തന്നെ സാധിക്കുകയില്ല. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായിരിക്കും ആ ഒരു കാഴ്ച. തോമാല സേവ, അതായത് പൂമാല സേവയ്ക്ക് ശേഷം നടക്കുന്നത് പ്രധാന പൂജകളാണ്. ഭഗവാന്റെ 1008 നാമങ്ങൾ, വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ട് തുളസി ദളങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ പിന്നീട് അർപ്പിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ഈ സമയം ഭഗവാന്റെ വക്ഷസിലുള്ള മഹാലക്ഷ്മിയെയും സ്തുതിക്കുന്നുണ്ട്. സ്വർണ്ണ താമര പൂക്കൾ കൊണ്ടും ഈ ഒരു സമയം അർച്ചന നടത്താറുണ്ട്. അർച്ചനയ്ക്ക് ശേഷം ഭഗവാന് പ്രസാദം, അതായത് ഭക്ഷണം സമർപ്പിക്കുന്ന ചടങ്ങാണ്. തൈരസാദം, പൊങ്കൽ, പുളിഹോര, ലഡു എന്നിവയാണ് പ്രധാനപ്പെട്ട ഭഗവാന് സമർപ്പിക്കുന്ന ഭക്ഷണം, അതല്ലെങ്കിൽ പ്രസാദം. നൈവേദ്യ സമയത്ത് ക്ഷേത്രമണികൾ നിർത്താതെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഈ സമയം ഗർഭഗൃഹത്തിന്റെ വാതിൽ അടഞ്ഞായിരിക്കും. വെങ്കടേശ്വരന് ചൂടുള്ള ഭക്ഷണം മാത്രമേ നൽകുകയുള്ളൂ. ഇനി എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലെയും സവിശേഷമായ ഒരു ചടങ്ങാണ് സത്തുംറ എന്ന് പറയുന്നത്. ശ്രീരാമാനുജരുടെയും 4000 ദിവ്യ പ്രബന്ധത്തിലെയും പാശുരങ്ങൾ, അതായത് കീർത്തനങ്ങൾ സ്വാമിമാരും വൈഷ്ണവരായ പണ്ഡിതന്മാരും ചേർന്ന് ഭഗവാന് മുന്നിൽ ആലപിക്കുകയാണ്. തമിഴ് വേദങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇതിന് ചെയ്യുന്നത്. ഇനി ഉച്ചസമയത്ത് വീണ്ടും പൂജകൾ നടക്കാറുണ്ട്. ഇതിനെയാണ് 2ാം മണി എന്ന് വിളിക്കുന്നത്. വീണ്ടും നൈവേദ്യം ഭഗവാന് സമർപ്പിക്കുന്നു. ഇതിനുശേഷം അല്പസമയം ഭഗവാന്റെ ഏകാന്ത സേവ, അതായത് ഭഗവാൻ അല്പസമയം ഒന്ന് വിശ്രമിക്കുന്നുണ്ട്. സന്ധ്യാസമയത്ത് ക്ഷേത്രത്തിൽ പുറത്തുള്ള മണ്ഡപത്തിലായി നടക്കുന്ന സേവകളുണ്ട്. അതും വളരെയധികം അതിമനോഹരമാണ്. ഭഗവാനെ, അതായത് മലയപ്പ സ്വാമിയായി ശ്രീദേവി ഭൂദേവി സമേതനായി വിവാഹ വേഷത്തിൽ അലങ്കരിച്ച് ഭക്തരുടെ മധ്യത്തിൽ പൂജകൾ നടത്താറുണ്ട്. 1000 ദീപങ്ങളുടെ നടുവിൽ ഊഞ്ഞാലിലാടുന്ന ഭഗവാനെ കാണാനായി നമുക്ക് അപ്പോൾ സാധിക്കുന്നതാണ്. അന്നമാചാര്യ കീർത്തനങ്ങളായിരിക്കും ഈ ഒരു സമയം ആലപിക്കുന്നത്. ഇനി ഒരു ദിവസത്തെ അവസാന ചടങ്ങ് ഭഗവാനെ ഉറക്കാനായി പള്ളിയുറക്കം നടക്കുന്ന ചടങ്ങാണ്. ഭഗവാന്റെ പ്രതിപുരുഷനായ ഭോഗ ശ്രീനിവാസമൂർത്തി, അതായത് ഒരു വെള്ളി വിഗ്രഹമാണ്. ആ വിഗ്രഹത്തെ ഒരു സ്വർണ്ണ തൊട്ടിലിൽ കിടത്തുകയാണ്. ഈ സമയം ഭഗവാന് ചൂടുള്ള പാൽ, ബദാം, പഴങ്ങൾ എന്നിവയാണ് നൈവേദ്യമായി നൽകുന്നത്. അന്നമാചാര്യരുടെ വരികളോ താരാട്ടുപാട്ടോ ഒരു മുത്തശ്ശിയെ പോലെ അർച്ചകർ, അതായത് പൂജാരിമാരൊക്കെ ചേർന്ന് ഭഗവാനെ പാടി ഉറക്കുന്നു. തുടർന്ന് ബ്രഹ്മദേവൻ രാത്രിയിൽ പൂജ ചെയ്യാൻ എത്തുമെന്ന വിശ്വാസമുണ്ട്. അതിനാൽ തന്നെ പൂജാപാത്രങ്ങളും വെള്ളവും തയ്യാറാക്കി വെച്ചാണ് പിന്നീട് ക്ഷേത്രനട അടയ്ക്കുന്നത്. ഇപ്പോൾ വൈഖാനസാഗമം എന്ന അതീവ നിഷ്ഠയുള്ള പൂജാവിധികളാണ് ക്ഷേത്രത്തിൽ പിന്തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. 1000കണക്കിന് വർഷങ്ങളായി ഇതിന് യാതൊരുവിധ മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. ഗർഭഗൃഹത്തിനുള്ളിൽ കടന്നാൽ ഓം എന്ന മന്ത്രധ്വനിയും മണികളുടെ ശബ്ദവും അല്ലാതെ മറ്റൊന്നും തന്നെ കേൾക്കുവാനും സാധിക്കുകയില്ല.
പച്ചക്കർപ്പൂരം, കസ്തൂരി, കുങ്കുമപ്പൂവ്, തുളസി എന്നിവയുടെ ഒരു സവിശേഷമായ ഗന്ധം തിരുമല ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാത്തുന്ന പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം അത് എത്രവിധ രാസപ്രക്രിയ നടന്നാലും വിഗ്രഹത്തെ കേടുവരുത്തുന്നില്ല എന്നത് ഇപ്പോഴും ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഭഗവാന്റെ പ്രസാദം, നമ്മൾ ഇവരും കഴിച്ചിട്ടുള്ള ഭഗവാന്റെ പ്രസാദം ലഡു തയ്യാറാക്കുന്നത് കൊട്ടു എന്നറിയപ്പെടുന്ന രഹസ്യമായ ഒരു അടുക്കളയിലാണ്. ഇതിന്റെ രുചി ലോകത്ത് മറ്റൊരിടത്തും തന്നെ ലഭിക്കുകയുമില്ല. തിരുമലയിലെ ഓരോ നിമിഷവും ഓരോ പൂജയും നമ്മൾ ഭക്തരും അതേപോലെ ഭഗവാനും തമ്മിലുള്ള അനന്തമായ ബന്ധത്തിന്റെ അടയാളങ്ങളാണ്. ആ തിരുനടയിൽ ഒരു നിമിഷം കണ്ണുകൾ നിങ്ങൾ അടച്ചുകൊണ്ട് ഗോവിന്ദ എന്ന് ഉറക്കെ ഒന്ന് വിളിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമാധാനമുണ്ടല്ലോ, അത് അനുഭവിച്ചു തന്നെ അറിയണം. ഈ ഒരു വർണ്ണനയിലൂടെ നിങ്ങൾക്കും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം അനുഭവിച്ചറിയാൻ അവസരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും തിരുപ്പതി ബാലാജി, തിരുപ്പതി വെങ്കടാചലപതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.